കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPIM ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രണ്ടാമത്തെ പാർട്ടി ഇടതു മുന്നണിയിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇപ്പോൾ ആ മുന്നണിയിലെ ഈ CPI എന്ന ഈ പാർട്ടി അതിരൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നവകേരള ശില്പി ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ തർക്കം. CPI പറയുന്നത് അത് അച്യുതമേനോൻ, അച്യുതമേനോൻ, ചേലാട്ട് അച്യുതമേനോൻ ആണ് എന്നാണ്. എന്നാൽ CPM ആകട്ടെ അത് പിണറായി വിജയനാണ്, നവകേരള ശില്പി പിണറായി വിജയൻ ആണ് എന്നാണ് CPMൻ്റെ ഭാഷ്യം. CPIയിലെ മന്ത്രിമാർക്കും ആ അഭിപ്രായമുണ്ട് എന്നാണ് പാർട്ടി കുറ്റപ്പെടുത്തുന്നത്. നവകേരള ശില്പി അച്യുതമേനോൻ ആണ് എന്ന് പാർട്ടി നേതാക്കൾ നിരന്തരം പറയുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ആ വാദത്തെ നിരാകരിച്ചുകൊണ്ട് നവകേരള ശില്പി പിണറായി വിജയനാണ് എന്ന് വരുത്തി തീർക്കാനാണ് CPIയുടെ 4 മന്ത്രിമാരും ശ്രമിക്കുന്നത് എന്ന് പാർട്ടി അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ വളരെ ദുർബലനാണ് എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കമ്മ്യൂണിസം കേരളം മുഴുവനും വളർന്ന് പന്തലിച്ച് അങ്ങനെ അതിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഈ CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ 1930കളിൽ രൂപീകരിച്ച ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പടവലങ്ങ പോലെ വളർന്ന് താഴോട്ടിറങ്ങുകയാണ്. കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് ഇന്ന് പേരിനെങ്കിലും അവർക്ക് പ്രവർത്തനമുള്ളത്. ഈ 2 ജില്ലകളും വിട്ടാൽ പിന്നെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ പാർട്ടിയെ കിട്ടില്ല. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കുറേ സർക്കാർ ജീവനക്കാർ അവരുടെ പോഷക സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം വല്ലപ്പോഴും CPIയെ കാണാം എന്നതാണ് സ്ഥിതി. CPMൻ്റെ തേരോട്ടത്തിൽ, ഈ ഇടതുമുന്നണിയെ നയിക്കുന്ന CPMൻ്റെ തേരോട്ടത്തിൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രഭയിൽ, കാരണഭൂതൻ്റെ സൂര്യൻ്റെ ആ പ്രഭയിൽ CPI അപ്രസക്തമായി പോയി. CPIയെ കാണാനില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും അവരുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയരുന്ന വിമർശനം അതിരൂക്ഷമാണ്. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPIയുടെ 4 മന്ത്രിമാരെയും പേരെടുത്ത് പറഞ്ഞു വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷാ മന്ത്രി GR അനിലിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദുർബലനാണ്, ബിനോയ് വിശ്വത്തിന് ഈ പാർട്ടിയെ നയിക്കാൻ കരുത്തില്ല എന്ന് പാർട്ടി അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതൊരു വശത്ത്. അതിന് കൂടാതെ ആണ് ഈ ഭക്ഷ്യമന്ത്രി GR അനിലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. അതായത് ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പ് ഭക്ഷ്യവകുപ്പാണെന്നാണ് അവർ പറയുന്നത്, പാർട്ടി പ്രതിനിധികൾ ആരോപിക്കുന്നത്. ഈ മാവേലി സ്റ്റോറുകളിലെ സിവിൽ സപ്ലൈസിൻ്റെ ഗോഡൗണുകളിൽ ഒക്കെ പൂച്ചയുടെ പ്രസവമുറിയായി മാറിയിരിക്കുകയാണ് എന്നാണ് ഒരാരോപണം. മറ്റൊരു അംഗം ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നത്. കൊല്ലം ജില്ലാ സമ്മേളനം ഏതാണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമായിട്ട് തന്നെ നമുക്ക് കരുതാം. കാരണം കൊല്ലത്തും തൃശ്ശൂരുമാണ് ഈ പാർട്ടിക്ക് പേരിനെങ്കിലും പ്രവർത്തനമുള്ളത്. അപ്പോൾ കൊല്ലത്ത് നിന്ന് മറ്റൊരു പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത് ഈ മാവേലി സ്റ്റോറുകളിലടക്കം സിവിൽ സപ്ലൈസിൻ്റെ ഗോഡൗണുകളിലൊക്കെ പാറ്റകൾ പോലും പട്ടിണി കിടന്ന് മരിക്കുകയാണ്. കാരണം അവിടെ പാറ്റകൾക്ക് പോലും തിന്നാനൊന്നും കിട്ടുന്നില്ല എന്നാണ് പരിഹാസത്തോടു കൂടി ഒരു പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പാർട്ടി എല്ലാ തലത്തിലും ഈ പിന്തള്ളപ്പെട്ടു. ഇന്ന് ഈ പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചത് CPMൻ്റെ ഔദാര്യമാണ് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് അംഗങ്ങൾ അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത് അതിനെ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൊല്ലം ജില്ലാ സമ്മേളനം ഈ സംസ്ഥാന സമ്മേളനത്തിനോട് തുല്യതപ്പെട്ട് നിൽക്കുന്ന ആ ജില്ലാ സമ്മേളനം പാർട്ടിയിലെ ഓരോ നേതാക്കളെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു. അതുപോലെ കൃഷിമന്ത്രി P പ്രസാദ്, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി K രാജൻ ഒക്കെ അതിരൂക്ഷമായ വിമർശനത്തിനാണ് ഇരയാകുന്നത്. മാത്രമല്ല അവർ ധനമന്ത്രിയെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു.
സമയത്തിന് മറ്റ് മന്ത്രാലയങ്ങൾക്ക് നൽകേണ്ട പണം സമയത്തിന് നൽകാതെ അവിടെ വികസന പ്രവർത്തനങ്ങൾ പോയിട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വകുപ്പുകളെ നശിപ്പിച്ചു എന്നാണ് ആക്ഷേപം. എന്നാൽ കൊല്ലത്ത് നിന്നുള്ള ഒരു മന്ത്രി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയെ വിമർശിക്കുന്നതിൽ ഒരു മയം ഉണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ എല്ലാ കാലത്തും എതിരാളിയായി നിൽക്കുന്ന പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനെതിരെയും വിമർശനമൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ കുന്നത്തൂരിൽ ഈ നവകേരള യാത്ര കുന്നത്തൂരിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നവകേരളത്തിൻ്റെ ശില്പി എന്ന് CPI മന്ത്രി തന്നെ വിശേഷിപ്പിച്ചതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. അതിൻ്റെ പുറത്ത് തുടങ്ങിയ ചർച്ചയാണ് അതിരൂക്ഷമായ വിമർശനത്തിലേക്ക് ചെന്നെത്താൻ കാരണം. നവകേരളത്തിൻ്റെ ശില്പി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ C അച്യുതമേനോനാണ് എന്നാണ് CPIയുടെ നിലപാട്. ആ അച്യുതമേനോൻ്റെ സംഭാവനകളെ തമസ്കരിക്കാനും തിരസ്കരിക്കാനും അത് ചരിത്രത്തിൻ്റെ ഇരുണ്ട താളുകളിലേക്ക് മാറ്റപ്പെടാനും വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമം ചെറുതല്ല. അവിടെ അച്യുതമേനോനെ കടത്തിവെട്ടി ഒരു നവകേരള ശില്പി ആകാനുള്ള പരിശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അച്യുതമേനോൻ്റെ ഒരു പ്രതിമ തലസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിൽ പോലും ഈ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾക്ക് അതിരൂക്ഷമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചിരുന്ന ഒരു നേതാവാണ് C അച്യുതമേനോൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിൽ വലിയ, അന്ന് ലീഡർ K കരുണാകരൻ്റെ കൂടി സഹായത്തോടു കൂടി വലിയ പരിഷ്കരണങ്ങൾ നടന്നു, വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു. വലിയ വലിയ കേന്ദ്ര സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തടക്കം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ C അച്യുതമേനോനും K കരുണാകരനും സംയുക്തമായി ശ്രമിച്ചതിൻ്റെ ഫലമായി സാധിച്ചു എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ നേട്ടങ്ങളെ എല്ലാം ഇടിച്ചു താഴ്ത്താനും അത് തമസ്കരിക്കാനുമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് എന്ന് CPI അംഗങ്ങൾ, നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇതിനെ ഫലപ്രദമായി ചെറുക്കാനോ യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനോ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനോ ഈ ഇന്ന് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന CPIയുടെ 4 മന്ത്രിമാർക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം. ഈ ബിനോയ് വിശ്വം കുട്ടിയാർ കൊല്ലത്ത് പോയതുപോലെ, അല്ലെങ്കിൽ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ ഈ CPMനെ കാണുമ്പോൾ, CPM നേതാക്കളെ, സംസ്ഥാന സെക്രട്ടറി ആകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ, അവരെയൊക്കെ കാണുമ്പോൾ താൻ എന്തൊക്കെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മറന്ന് വടി പോലെ നിൽക്കുന്ന കാഴ്ച, പഞ്ചപുച്ഛമടക്കി അവരെ അനുസരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് CPI അംഗങ്ങളുടെ പരാതി. അതിൽ ഒട്ടൊക്കെ വാസ്തവമുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല. പകരം CPMൻ്റെ തിട്ടൂരമനുസരിച്ച്, CPM നേതാക്കൾ പറയുന്നതനുസരിച്ച്, മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് ആണ് ഭരിക്കുന്നത് എന്നും അംഗങ്ങൾ ആക്ഷേപിക്കുന്നു. മുമ്പൊരിക്കൽ ഉയർന്ന ഒരു ആരോപണം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അത് ഒരു മുഖ്യമന്ത്രിയും 19 PAമാരും ചേർന്ന് കേരളം ഭരിക്കുന്നു എന്നാണ് ഒരു കാലത്ത് ഉയർന്ന ആക്ഷേപം. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ കോവിഡൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രണ്ടാം പിണറായി സർക്കാർ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിൽ ഇങ്ങനൊരു ആക്ഷേപം കൂടി ഉയർന്നു. ഒരു മുഖ്യമന്ത്രിയും 19 PAമാരും ചേർന്ന് കേരളം ഭരിക്കുന്നു എന്നൊരാക്ഷേപം കൂടി ഉയർന്നിരുന്നു. എന്തായാലും ഈ പറയുന്നത് പോലെ CPI അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കൊല്ലത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് പാർട്ടിക്ക് നേരെ ഉയരുന്നത്. ഇടക്കാലത്ത് ഈ മുന്നണി വിട്ടുപോകണം എന്ന് പോലും CPIയിൽ ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. അത് അങ്ങനെ മുന്നണി വിട്ടാൽ പഴയതുപോലെ UDFൽ ഐക്യമുന്നണിയിൽ തങ്ങൾക്കൊരു ഇടമുണ്ട്, അത് തിരികെ പിടിക്കണം. അങ്ങനെ ഐക്യമുന്നണി പ്രവേശനം നേടിയാൽ ഈ പാർട്ടി ഇനിയും വളരും. കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ്.
CPM അല്ല, അത് RSSനോടൊപ്പം, കേന്ദ്ര സർക്കാരിനോടൊപ്പം, നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം നവ ലിബറൽ സാമ്പത്തിക നയങ്ങളെ സ്വീകരിക്കുന്ന, അത് നടപ്പാക്കുന്ന ഒരു പാർട്ടിയായി CPIM മാറിയിരിക്കുന്നു എന്നും CPI കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പരാതികളല്ല CPIയെ സംബന്ധിച്ച്. മുൻപ് കാനം രാജേന്ദ്രൻ ഇരുന്നപ്പോഴും അതിനു മുമ്പും ഒക്കെ ഇത്തരത്തിൽ വലിയ പരാതികൾ CPMനെതിരെ അവർ ഉന്നയിച്ചു. പ്രത്യേകിച്ചും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം. മുമ്പ് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും VS LDF കൺവീനറായിരുന്ന കാലത്തുമെല്ലാം CPMഉം CPIയും ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടതെങ്കിൽ ഇന്ന് ആ മുന്നണിയെ അതീവ ദുർബലമാക്കുന്ന നിലപാടുകളിലേക്കാണ് രണ്ട് പാർട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം.